ഞാൻ എത്രമാത്രം ഇത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സമയത്ത് ഭയങ്കര ഹൈപ്പിലും ഭയങ്കര ഫേമസ് ആയിട്ട് നിന്ന ഒരു പ്രോഡക്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് നോക്കണം കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇത്ര നാളും കാണിക്കാതിരുന്നത് എനിക്ക് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി നല്ലൊരു റിസൾട്ട് തരുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യൂ അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യൂ എന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയത്. അത് മാത്രമല്ല, ഈ ഒരു പ്രോഡക്റ്റ് കുറച്ച് ഫേമസ് ആയ സമയത്ത് എല്ലാവരും വാരി പറക്കി ഇടുമായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഇത് മേടിക്കുന്നതേ ഉള്ളൂ. അത് മേടിച്ചിട്ട് എനിക്ക് യൂസ് ചെയ്ത് അല്ലെങ്കിൽ 1 മാസം 2 മാസം അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് തീർന്ന് അടുത്ത പ്രോഡക്റ്റ് യൂസ് ചെയ്ത് അതിനുശേഷം മാത്രമേ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തിരുന്നത്. ഒരു പ്രോഡക്റ്റ് അല്ല, ഞാൻ 3 പ്രോഡക്റ്റ്, മൂന്നാമത്തെ പ്രോഡക്റ്റാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതാട്ടോ ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ്, ഗ്ലൂട്ടാഹൈഡ്. 2 ഫേമസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആട്ടോ ഇത്. ഇതിന്റെ ഒരു കോലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് എത്രമാത്രം യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. വെറുതെ അല്ല യൂസ് ചെയ്ത്, ഇതിന് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ എന്ന് എനിക്ക് ശരിക്കും അറിയണമായിരുന്നു. കാര്യം അത്രയും ഹൈപ്പിൽ ഞാൻ ഇങ്ങനെ റീലൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ കൂടുതലും ഈ വീഡിയോസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് എനിക്ക് അറിയണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചത്. ഇത് കണ്ടിട്ട് പുതിയ പ്രോഡക്റ്റാണ് നിങ്ങൾ വിചാരിക്കേണ്ട, ഇത് വലിയ പ്രോഡക്റ്റ് തന്നെ ആയിരുന്നു. ഞാനിത് തീർന്നപ്പോൾ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെച്ചിരുന്നതാണ്, കുറച്ച് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. കാര്യം ഇതിനകത്ത് അത്യാവശ്യം പ്രോഡക്റ്റ് ഉണ്ട്. നമ്മൾ മലയാളികളല്ലേ ഊറ്റി എടുത്തതിന് ശേഷമല്ലേ കളയുള്ളൂ. അതുപോലെ തന്നെയാണ് ഞാനും കുറച്ച് അത്യാവശ്യം എടുത്ത് തീർന്നതിന് ശേഷം മാത്രം കളയാന്ന് വിചാരിച്ചിട്ടാണ് ഇത് കളയാതിരുന്നത്. ഇത് വാസ്ലിന്റെ ഗ്ലൂട്ടാഹൈഡ് തന്നെ 2 പ്രോഡക്റ്റ് ആണ്. പക്ഷെ രണ്ടും 2 ഇൻഗ്രീഡിയന്റ് ആണ്. അതായത് രണ്ടും 2 ടൈപ്പ് റിസൾട്ട് ആണ് നമുക്ക് തരുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ നല്ല ഫ്ലോലെസ് ഗ്ലോ കിട്ടുമെന്നും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ നല്ല ഡൂയി റേഡിയന്റ് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. ഈ 2 പ്രോഡക്റ്റിൽ കുറച്ചുകൂടി ഹൈപ്പിൽ വന്ന പ്രോഡക്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് കുറച്ചുകൂടി റിസൾട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ എനിക്ക് പേഴ്സണലി യൂസ് ചെയ്ത് കുറച്ചുകൂടി റിസൾട്ട് കിട്ടിയത് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ്. കാരണം എന്താണെന്ന് എനിക്കറിയില്ല, ഇതെനിക്ക് വർക്ക് ആയില്ല. ഇത് കുറച്ചുകൂടി നല്ലൊരു റിസൾട്ട് തരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് കുറച്ചുകൂടി റിസൾട്ട് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ രണ്ടാമത് ഓർഡർ ചെയ്യാനായിട്ട് നോക്കി, പക്ഷെ ഇത് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഒന്നുകൂടി മേടിച്ചിട്ടുണ്ട്. കാരണം അവൈലബിൾ ആയിട്ടുള്ളത് ഇത് മാത്രമായിരുന്നു. അത് മാത്രമല്ല, നമുക്ക് മോയ്സ്ചറൈസർ ആയിട്ട് ഉപയോഗിക്കാവുന്നത് കൊണ്ട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്തത്. മറ്റേത് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ അത് തന്നെ വാങ്ങത്തുള്ളായിരുന്നു. കാരണം ഇതിനേക്കാൾ റിസൾട്ട് എനിക്ക് അതിൽ കിട്ടി. ഇതിൽ നിയാസിനമൈഡും ഹൈലറോണിക്കും ഒക്കെ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി റിസൾട്ട് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. എന്റെ സ്കിൻ 2 രീതിയിലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് ഓയിലി സ്കിന്നും ചില സമയത്ത് കോമ്പിനേഷൻ സ്കിന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം ചൂസ് ചെയ്തത്. കാര്യം ഇത് ഓയിലും അല്ല ഭയങ്കര ഡ്രൈയും അല്ല എന്നുള്ള രീതിയിലൊരു ന്യൂട്രൽ ആയിട്ട് നിർത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. ഈ ഒരു പ്രോഡക്റ്റ് ആട്ടോ കുറച്ചൊരു ബാലൻസ് ആയിട്ട് നിർത്തുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് എക്സ്ട്രീംലി ഡ്രൈ ആക്കുന്നുണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ചൂസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇതിൽ ഒറ്റ പ്രോഡക്റ്റ് യൂസ് ചെയ്തതുകൊണ്ട് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി മേടിക്കാന്ന് വിചാരിച്ചത്. പിന്നെ സത്യം പറയാലോ, എനിക്ക് ഭയങ്കര റിസൾട്ട് ഒന്നും ആദ്യമേ കിട്ടിയിരുന്നില്ല. ഈ ഒരു പ്രോഡക്റ്റ് എല്ലാവരും പറയുന്നുണ്ട് ഇതിന്റെ പാതി യൂസ് ചെയ്ത്, അതായത് ഈ ഒരു പ്രോഡക്റ്റിന്റെ പകുതിയോളം യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടിയിരുന്നു. എനിക്ക് അങ്ങനെ പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര റിസൾട്ട് ഒന്നും കിട്ടിയില്ല. ജസ്റ്റ് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു, അല്ലാതെ ഭയങ്കര റിസൾട്ട് ഒന്നും കിട്ടിയില്ല. ഇത് ഫുള്ള് തീർന്നിട്ടാണ് എനിക്ക് ചെറിയൊരു മാറ്റമെങ്കിലും വന്നത്. ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് മാക്സിമം ഇങ്ങനെ തീരാറായപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചു എന്തെങ്കിലും യൂസ് ചെയ്തുകൊണ്ടോ, നല്ല റിസൾട്ട് കാണുന്നുണ്ട് ഫേസിൽ. അപ്പോൾ അവർക്കൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്തു എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അവർക്കൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് യൂസ് ചെയ്ത് നന്നായിട്ട് നമ്മൾ സ്കിന്നിൽ അല്ലെങ്കിൽ ഇത് സ്കിന്നിൽ ഓക്കെ ആണെന്ന് തോന്നി കഴിയുമ്പോഴാണ് ഇത് കുഴപ്പക്കാരനാകുന്നത് എനിക്ക് തോന്നി. ഈ ഒരു പ്രോഡക്റ്റ് ആയിട്ട് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയത്. പിന്നെ ഞാൻ ഇത് കുറേ നാൾ യൂസ് ചെയ്യാതിരുന്നു. അപ്പോൾ കുറച്ച് ഡള്ളാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ വെയിലത്തിറങ്ങുകയാണെങ്കിൽ എക്സ്ട്രീം ലെവലിൽ ഡള്ളാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇത് വലിയ കുഴപ്പമില്ലായിരുന്നു, ഓക്കെ ആണ്. ചിലപ്പോൾ ലോങ് ടൈമിൽ യൂസ് ചെയ്താൽ ചിലപ്പോൾ റിസൾട്ട് നന്നായിട്ടുണ്ടായിരിക്കും, ഡള്ളാവില്ല എന്നൊക്കെ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഒന്നും കൂടി മേടിച്ചിട്ട് യൂസ് ചെയ്യാന്ന് വിചാരിച്ചത്. ഓൾറെഡി ഒരു വട്ടം യൂസ് ചെയ്തിട്ടുള്ളൂ. എല്ലാ പ്രോഡക്റ്റും 1 മാസം അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ നല്ലൊരു റിസൾട്ട് തരണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ചൂസ് ചെയ്ത് വാങ്ങിയത്. ഇനി എങ്ങനെയാ നോക്കാം. പിന്നെ പ്രോപ്പറായിട്ട് അന്ന് ഞാൻ സൺസ്ക്രീൻ ഇട്ടിരുന്നില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇപ്പം ഞാൻ കറക്റ്റായിട്ട് സൺസ്ക്രീൻ ഇടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം വെയിലത്തിറങ്ങുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ.
വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് യൂസ് ചെയ്യാമെന്ന്. എങ്ങനെയാന്നുള്ള റിസൾട്ട് ഞാൻ അപ്ഡേഷൻ ചെയ്യാം കേട്ടോ. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് ഭയങ്കര രീതിയിലുള്ള സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വന്നില്ല. ഈ ഒരു ഡൾ ആവുന്നതല്ലാതെ. റേറ്റ് വന്നിട്ട് ഇത് 125 രൂപയും ഇത് 150 രൂപയാണ്. പക്ഷെ ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിയത് 175 രൂപയ്ക്കാട്ടോ ഒരെണ്ണം. അതെന്ന് പറയുന്നത് നമ്മുടെ സ്വിഗ്ഗിയിൽ ഇൻസ്റ്റാമാർട്ട് വഴി വാങ്ങിയതാട്ടോ. അതിൽ ഓഫർ ഉണ്ടായിരുന്നു. അപ്പൊ വേണമെന്നുള്ളവർ താഴെ കമന്റ് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ സ്വിഗ്ഗിയിൽ ഇൻസ്റ്റാമാർട്ട് വഴി വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫറും ഉണ്ടാവും, പെട്ടെന്ന് തന്നെ കയ്യിൽ കിട്ടുകയും ചെയ്യും. ഇത് കുറെ നേരിട്ട് മസാജ് ചെയ്യേണ്ട, നോൺ സ്റ്റിക്കി ആണ്, വാട്ടറി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫേസിൽ അബ്സോർബ് ആയിക്കോളും. അതുകൊണ്ട് ആ ഒരു ടെൻഷൻ വേണ്ട കേട്ടോ. അപ്പൊ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.